നമ്മളിന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡറിനെ കുറിച്ചിട്ടാണ്. പേഴ്സണാലിറ്റി ഡിസോർഡർ അഥവാ വ്യക്തിത്വ വൈകല്യം. പല ടൈപ്പ് ഓഫ് പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് ഉണ്ട്. അതിലൊരു ടൈപ്പ് ഓഫ് പേഴ്സണാലിറ്റി ഡിസോർഡർ ആണ് ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ അഥവാ BPD. ഈ ഒരു BPD ഉള്ള ആളുകൾ ഇമോഷണലി ഭയങ്കര അൺസ്റ്റേബിൾ ആയിരിക്കും. അതായത് ഇവർക്ക് ഒരു ഇമോഷൻ കൺട്രോൾ ചെയ്യാനുള്ള കഴിവുണ്ടാവില്ല. നല്ല മൂഡ് സ്വിങ്സും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അതുപോലെ തന്നെ ഇവർ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ക്യാരക്ടർ ആയിരിക്കും. അതായത് രണ്ട് എക്സ്ട്രീം ലെവലിലായിരിക്കും ഇവർ കാര്യങ്ങൾ കാണുക. നമ്മൾ പറയുന്നത് കേട്ടിട്ടില്ലേ, സ്നേഹിച്ചാൽ നക്കിക്കൊല്ലു അല്ലെങ്കിൽ നെക്കിക്കൊല്ലു, ഇങ്ങനെയായിരിക്കും ഇവർ കാര്യങ്ങൾ കാണുക. അതായത് ഇവർക്ക് ഒരാളെ ഇഷ്ടമാണെങ്കിൽ ഭയങ്കര ഇഷ്ടമായിരിക്കും, ആ ഒരു വ്യക്തിക്ക് വേണ്ടി എന്തും ചെയ്തു കൊടുക്കാനും ഭയങ്കര ഡെഡിക്കേറ്റഡ് ആയിരിക്കും, ഭയങ്കര ട്രസ്റ്റ് ആയിരിക്കും. ആ ഒരാളിൽ നിന്ന് ചെറിയൊരു നെഗറ്റീവ് സംഭവിച്ചു കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി ഈ ഒരാളെ വെറുക്കും. അതായത് ആ ഒരാൾക്ക് എത്ര പോസിറ്റീവ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതൊന്നും എത്ര നമ്മൾ പറഞ്ഞു കൊടുക്കാൻ ശ്രമിച്ചാൽ അതൊന്നും ഇവർക്ക് മനസ്സിലാവില്ല. കംപ്ലീറ്റ്ലി ആ ഒരാളായിട്ടുള്ള റിലേഷൻഷിപ്പ് വരെ ബ്രേക്ക് ചെയ്ത് കളയും. ഇങ്ങനെ രണ്ട് എക്സ്ട്രീം ലെവലിലാണ് ഇവർ കാര്യങ്ങൾ കാണുക. അതുകൊണ്ട് തന്നെ ഇത് ഇവരുടെ റിലേഷൻഷിപ്സിനൊക്കെ നന്നായിട്ട് ബാധിക്കും. അതായത് ഒരാളുമായിട്ട് റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാന്ന് പറയുന്നത് ഇവർക്ക് ഭയങ്കര ഈസിയാണ്. പെട്ടെന്ന് വരെ ഒരാളുമായിട്ട് കമ്പനി ആവും. പക്ഷെ ആ ഒരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ ഇവർക്ക് കഴിയില്ല. അതായത് അതൊട്ടും ലോങ് ലാസ്റ്റിംഗ് ആവില്ല. അതായത് കുറച്ച് കഴിയുമ്പോൾ ഇവർ ആ ഒരാളായിട്ടുള്ള റിലേഷൻഷിപ്പ് ചിലപ്പോൾ ബ്രേക്ക് ചെയ്ത് കളയാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ ഇവരുടെ ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ ഇടക്കിടക്ക് മാറിക്കൊണ്ടിരിക്കും. അതായത് ചിലപ്പോൾ ഇവർ കോഴ്സിനെ കുറിച്ച് കേട്ട് അവർ പെട്ടെന്ന് അതിലെടുത്ത് ചാടി അതിന് ജോയിൻ ചെയ്യും. കുറച്ച് ടൈം കഴിയുമ്പോൾ ഇവർക്ക് അതിനോടുള്ള ഒരു താല്പര്യം പോകും. അതുപോലെ ഇങ്ങനെ ക്രാഫ്റ്റ് വർക്ക്സ് ഒക്കെ ഉണ്ടാവുമല്ലോ, അതെ, ക്രാഫ്റ്റ് വർക്ക്സ്, സ്റ്റിച്ചിങ്, ഇതുപോലുള്ള ഇതിലൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും. അങ്ങനെ അതുകൊണ്ട് ഇതിന് വേണ്ട കുറേ സാധനങ്ങളൊക്കെ മേടിച്ച് വെച്ച് പിന്നീട് ഇവർ അതും കുറച്ച് കഴിയുമ്പോൾ ഇവർക്ക് അതിനോടുള്ള ഒരു താല്പര്യം പോകും. അതുപോലെ ഇവർക്ക് മൾട്ടിപ്പിൾ റിലേഷൻഷിപ്സ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ചില കുട്ടികൾ നമ്മൾ കണ്ടിട്ടില്ലേ, ഒന്നിലധികം റിലേഷൻഷിപ്സ്. ഇപ്പൊ നമ്മൾ എന്താ പറയാ, ഇവരുടെ കല്യാണം കഴിയുമ്പോൾ ചിലപ്പോൾ അതൊക്കെ ശരിയാവും. പക്ഷെ ഇവർ കല്യാണം കഴിഞ്ഞാൽ ഈ ഒരു കാര്യം റിപ്പീറ്റ് ചെയ്യും. അതായത് ഒന്നിലധികം ആളുകളായിട്ട് ഇവർക്ക് റിലേഷൻഷിപ്പ് ഉണ്ടാവും. ഇപ്പൊ നമ്മൾ തന്നെ ചില തെറാപ്പീസും ഫാമിലി ഇഷ്യൂസ് ഒക്കെ വരുമ്പോൾ ഹസ്ബൻഡോ വൈഫ് പറയുന്ന ഒരു കംപ്ലൈന്റ് ആണ്, അവൾക്ക് ഒരുപാട് റിലേഷൻഷിപ്സ് ഉണ്ട്, ചാറ്റും കാര്യങ്ങളും കണ്ടു, അങ്ങനെ ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ഇവർക്ക് അറിയാം അതിന്റെ ആഫ്റ്റർ എഫക്റ്റും കാര്യങ്ങളൊക്കെ കുറിച്ച് ഇവർ ബോദർ ചെയ്യുന്നുണ്ടെങ്കിലും പക്ഷെ ഇവർ വീണ്ടും ഈ ഒരു സംഭവം റിപ്പീറ്റ് ചെയ്യും. അത് ഈ ഒരു കണ്ടീഷൻ കൊണ്ടാണ് അവരിത് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാം. അതുപോലെ തന്നെ ഒരു സെൽഫ് ഹാമും കാര്യങ്ങളും ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അതായത് സ്വയം വേദനിപ്പിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ. അതുപോലെ സൂയിസൈഡൽ ടെൻഡൻസി ഉണ്ടാവും. അതായത് ഞാൻ മരിക്കും എന്നുള്ള കാര്യങ്ങൾ, ഞാൻ മരിച്ചു കളയാണ്, ഞാൻ മരിച്ചാലോ, അങ്ങനെയുള്ള കൈൻഡ് ഓഫ് തോട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതുപോലെ ഇവരുടെ ഡ്രസ്സിങ് സ്റ്റൈൽ ഇടയ്ക്കിടയ്ക്ക് മാറ്റിക്കൊണ്ടിരിക്കും. ഒരേ ടൈപ്പ് ഓഫ് ഡ്രസ്സിങ് സ്റ്റൈൽ ആവില്ല, ഒരു ഇടയ്ക്കിടയ്ക്ക് വരെ ഡ്രസ്സിങ് സ്റ്റൈൽ ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കും. അതുപോലെ അവർ ഡ്രഗ് അഡിക്റ്റ് ആവാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. ഇനി സ്റ്റഡീസ് പറയുന്നത് എന്താന്ന് വെച്ചാൽ 100 ആളിൽ ഒരാൾക്കെങ്കിലും ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ വരാനുള്ള സാധ്യത ഉണ്ട് എന്നാണ്. അതുപോലെ തന്നെ അതിൽ ഏറ്റവും സാധ്യത സ്ത്രീകൾക്ക് വരാനാണ്. ഇതിന്റെ ഒരു എക്സാക്ട് റീസൺ എന്താന്നുള്ളത് ഇപ്പോഴും കറക്റ്റ് ആയിട്ട് കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ ഒരു റീസൺ ആയിട്ട് നമ്മൾ പറയുന്നത് നമ്മളെ പാരന്റ്സിനോ മറ്റോ ആർക്കെങ്കിലും ഇങ്ങനെ ഒരു ഡിസോർഡർ ഉണ്ടെങ്കിൽ അത് നമുക്ക് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അതുപോലെ ചൈൽഡ്ഹുഡ് ട്രോമാസ്, ചെറുപ്പത്തിലുണ്ടായ എന്തെങ്കിലും ടൈപ്പ് ഓഫ് അബ്യൂസോ അങ്ങനെയുള്ളത് കാരണം നമുക്ക് ഇങ്ങനെ ഒരു പേഴ്സണാലിറ്റി ഡിസോർഡർ വരാനുള്ള ചാൻസ്. അതുപോലെ ഞാൻ ഈ പറഞ്ഞ എല്ലാ സിംറ്റംസും എല്ലാവരിലും ഉണ്ടാവണം എന്നില്ല. ഇതിൽ എന്തെങ്കിലും സിംറ്റംസ് നമുക്ക് ഉണ്ട്, ഇങ്ങനെ ഒരു ഡൗട്ട് തോന്നുകയാണെങ്കിൽ, ഇങ്ങനെ ഒരു ഡിസോർഡർ ഉണ്ട് എന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ നമ്മളൊരു സൈക്കോളജിസ്റ്റിനെ കണ്ട് പേഴ്സണാലിറ്റി അസസ്മെന്റ് നടത്തുക. അപ്പൊ നമുക്ക് ഇങ്ങനെ ഡിസോർഡർ ഉണ്ടെങ്കിൽ അത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പൊ അതിന് വേണ്ട ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമുക്ക് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടി പറ്റും.